ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ പുഷ്പ 2 ദ റൂൾ റിലീസായിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു ആകാംക്ഷയാണ് രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ളത്. സിനിമയിലേക്ക് വന്നാൽ ഒന്നാം ഭാഗം എങ്ങനെയാണോ ആരംഭിച്ചത് ആ ഒരു രീതിക്ക് തന്നെയാണ് രണ്ടാം ഭാഗവും തുടങ്ങുന്നത്. ഒന്നാം ഭാഗം നമുക്കറിയാം തുടങ്ങിയത് അല്ലു അർജുന്റെ ആ ഒരു ഇൻട്രോയോടൊക്കെ കൂടെ തന്നെയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴും ഏറെക്കുറെ ആ ഒരു രീതിയിൽ തന്നെയാണ് പടം തുടങ്ങുന്നത്. കൂടുതലായിട്ട് സിനിമയിലേക്ക് വന്നാൽ സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ, രശ്മിക മന്ദാന എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് പുഷ്പ 2 ദ റൂൾ. കാസ്റ്റും മറ്റു കാര്യങ്ങളും കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം ഒന്നാം ഭാഗത്തിൽ കണ്ടവരൊക്കെ തന്നെയാണ് രണ്ടാം ഭാഗത്തിലും വരുന്നത്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് അല്ലു അർജുന്റെ ഇൻട്രോ തന്നെയാണ്. ഒന്നാം ഭാഗത്തിൽ എങ്ങനെയാണോ അല്ലു അർജുന്റെ ഇൻട്രോ വന്നത് അതിന്റെ ഡബിൾ സ്ട്രോങ്ങിലാണ് രണ്ടാം ഭാഗത്തിൽ ഇൻട്രോ. പണ്ട് മലക്കോട്ടെ വാലിബിന് ഇറങ്ങിയ സമയത്ത് ടിനു പാപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടന്റെ ഇൻട്രോയ്ക്ക് തിയേറ്റർ കുലുങ്ങുമെന്ന്. എന്നാൽ അന്നത് സംഭവിച്ചില്ലെങ്കിലും ഇന്ന് അല്ലു അർജുന്റെ ഇൻട്രോയ്ക്ക് തിയേറ്റർ ഒന്ന് കുലുങ്ങി. ഒരു ഒന്നൊന്നര ഇൻട്രോ തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു ഇൻട്രോ തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഇൻട്രോ തന്നെയായിരുന്നു അത്. എന്നാൽ അവിടെ ഇവിടെ ലോജിക്കിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊരു തെലുങ്ക് സിനിമയാണ്. അതിനുപരി ഇതൊരു മാസ് മസാല സിനിമയും കൂടെയാണ്. അപ്പൊ ആ ഒരു രീതിക്കാണ് ചിത്രത്തെ സമീപിക്കുന്നതെങ്കിൽ ഒരു ഒന്നൊന്നര ഇൻട്രോ തന്നെയാണ് അതും. അങ്ങനെ ഇൻട്രോയ്ക്ക് ശേഷം കഥ മെല്ലെ പുരോഗമിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഭാഗം നടക്കുന്നത് ജപ്പാനിലാണ്. അങ്ങനെ ജപ്പാനിലെ കഥയൊക്കെ മെല്ലെ കാണിച്ച് ചിറ്റൂർ ഗ്രാമത്തിൽ, ചിറ്റൂർ വില്ലേജിലേക്ക് കഥ ഇങ്ങെത്തുന്നു. ബാക്കി ചിറ്റൂർ വില്ലേജിലെ സംഭവങ്ങളാണ്. എങ്ങനെയാണ് ജപ്പാനിലേക്ക് അല്ലു അർജുൻ എത്തിപ്പെടുന്നതെന്നാണ് ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. അങ്ങനെ കൂടുതൽ സമയമൊന്നും എടുത്തില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ വില്ലനും പ്രത്യക്ഷപ്പെട്ടു, ഫഹദ് ഫാസിൽ. എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയായിരുന്നു ഫഹദ് ഫാസിലിൻ്റെത് എന്ന് തന്നെ പറയാം. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അത് ഒന്നാം ഭാഗത്തിന്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടതാണ്, എത്രത്തോളം ക്രൂഷ്യലായിരുന്നു എന്നുള്ളത്. അത് രണ്ടാം ഭാഗത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്റർവെൽ വരെ നല്ലൊരു ബിൽഡപ്പ് കൊടുത്ത് ഒരു നല്ല ഇന്റർവെൽ തന്നെ അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എത്തി. അത്രേ ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഏറെക്കുറെ ഓക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഒരു കാര്യം പറയാലോ, ഫൈറ്റ് സീക്വൻസ് എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കൂടിയും ഫൈറ്റ് സീക്വൻസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു തെലുങ്ക് സിനിമയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഒരു തെലുങ്ക് സിനിമയുടേതായ ഒരു കൾച്ചർ ഈ സിനിമയിലും ഉണ്ട്, പ്രത്യേകിച്ച് ഒരു മാസ് സിനിമ കൂടി ആവുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ അടിക്കുന്നവൻ പറന്നടിക്കാം. അങ്ങനെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുഷ്പയിലും ഉണ്ട്. ഒരു മാസ് സിനിമ ആസ്വാദകന് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന ഫൈറ്റ് രംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ. അങ്ങനെ ചിത്രം ഇന്റർവെൽ വരെ നല്ല മനോഹരമായിട്ട് തന്നെ പോയി. ഇന്റർവെല്ലിന് ശേഷം ഒരു 15-20 മിനിറ്റ് നല്ല ഹൈപ്പിൽ തന്നെ ചിത്രം പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു 20-25 മിനിറ്റിന് ശേഷം പിന്നെ ചിത്രം എങ്ങോട്ടാ പോയതെന്ന് സംവിധായകന് തന്നെ അറിയത്തുണ്ടാവില്ല. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില വാർത്തകളൊക്കെ പരന്നിരുന്നു. കാരണം ചിത്രത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് തീർന്നത്. ചിത്രത്തിന്റെ മിക്സിങ് അല്ലെങ്കിൽ പാട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ അതൊക്കെ ശരിവെക്കും തരത്തിലായിരുന്നു ചിത്രത്തിന്റെ അവസാന ഒരു അരമണിക്കൂർ. ചിത്രത്തിന് ക്ലൈമാക്സ് ഇല്ല, ഒരു പൂർണ്ണതയില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അബദ്ധവശാലാണെങ്കിലും റസൂൽ പൂക്കുറ്റിയുടെ ഭാഗത്ത് നിന്ന് മൂന്നാം ഭാഗം ഉണ്ടെന്നൊരു പോസ്റ്റ് ഇട്ട് അറിയിച്ചത്. സുകുമാർ കഥ എഴുതി അവസാനിപ്പിക്കാൻ മറന്നുപോയോ എന്നൊരു സംശയം. സമയം അധികമായതുകൊണ്ട് തന്നെ സുകുമാറിനെ അവസാനിപ്പിച്ചാൽ മതിയാവും. അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയായി പോയി ക്ലൈമാക്സിൽ. ചിത്രത്തിന്റെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. അവസാനത്തെ അരമണിക്കൂർ നമ്മൾ അത്ര സിനിമ ഇഷ്ടപ്പെട്ടാലും അവസാനത്തെ അരമണിക്കൂർ നമ്മളെ സിനിമ വെറുപ്പിച്ച് കൈത്തരും. പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഇമോഷണൽ രംഗങ്ങളിലിടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അതായിരുന്നു ചിത്രത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് എന്നാണ് തോന്നിയത്. അതിനിടയിൽ ശ്രീവല്ലിയുടേതായ മാസ് രംഗങ്ങളുണ്ട്, അല്ലു അർജുന്റെ മാസ് രംഗങ്ങളുണ്ട്. അങ്ങനെ മാസ് രംഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒന്നും അല്ലാതാക്കിക്കൊണ്ട് ക്ലൈമാക്സ് വെറും ശൂന്യമാക്കി കളഞ്ഞു. ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട സാധനം സിനിമയാക്കി എടുത്ത പോലെയാണ് തോന്നിയത്. ഇതൊരു സീരിയസ് ആയി എടുത്തായിരുന്നെങ്കിലും 4-5 സീസൺ വരെ പോകേണ്ട കഥയാണ് സുകുമാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇനി സിനിമയാക്കിയത് കൊണ്ട് തന്നെ എത്ര പാട്ടിലെത്തുമെന്ന് സുകുമാറിന് മാത്രമേ ഇപ്പൊ അറിയാൻ വഴിയുള്ളൂ. ഒരു മാസ് ഓഡിയൻസിന് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ പകുതിയും ഓക്കെ ആയിരിക്കും. പക്ഷെ മാസ് ഓഡിയൻസ് ആണെങ്കിലും ക്ലാസ് ഓഡിയൻസ് ആണെങ്കിലും രണ്ടുപേർക്കും ക്ലൈമാക്സ് എത്തുമ്പോൾ ഒന്ന് പതറും. നമ്മൾ സിനിമയിൽ ശ്രീലീലയുടെ സോങ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സുകുമാർ ഫസ്റ്റ് ഹാഫിൽ ഫീലിംഗ് സോങ് ഇറക്കി അതിനേക്കാൾ ഹൈ ഡോസിൽ അങ്ങ് തരും. സെക്കൻഡ് ഹാഫിൽ കിസിക് സോങ്ങുമായിട്ട് ശ്രീലീല വന്നെങ്കിലും ഫീലിംഗ് സോങ്ങിന്റെ തട്ട് തന്നെയായിരിക്കും മുമ്പിൽ നിൽക്കുക. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോയി. സെക്കൻഡ് ഹാഫിന്റെ പകുതി വരെയും കുഴപ്പമില്ലാണ്ടങ്ങ് പോയി. പക്ഷെ അവസാനത്തെ അരമണിക്കൂറാണ് ഏറ്റവും പ്രശ്നം. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവസാന 20 മിനിറ്റ് മുടിഞ്ഞ ലാഗാണ്. ലാഗ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഇമോഷണൽ രംഗങ്ങൾ നമ്മളെ കൊടുകൂടാ ചിരിപ്പിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇമോഷണൽ രംഗങ്ങളിൽ തിയേറ്ററിൽ മൊത്തം ചിരി പടർത്തിയിരുന്നു.
മൊത്തത്തിൽ സിനിമ മാസ് ഓഡിയൻസിന് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അത്തരം സിനിമകൾ ഇഷ്ടമുള്ളവരും പുഷ്പ എന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കണം. കാരണം തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനുള്ള ചേരുവകളെല്ലാം ചേർത്ത് തന്നെയാണ് സുകുമാര സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലെ ബിൽഡപ്പും മറ്റും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സുകുമാർ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ പ്ലാൻ പൂർത്തിയാക്കാൻ സുകുമാറിന് സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും 3 മണിക്കൂറിന് വേണ്ട കഥ സുകുമാർ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എവിടെ നിർത്തണമെന്നായിരുന്നു സുകുമാറിന് സംശയമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെവിടെ നിൽക്കുമെന്ന് ഇപ്പോഴും സുകുമാറിന് സംശയമായിരിക്കും. ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക.